നമ്മുടെ പുത്തംകുളത്ത് ഉരുള് അതിന്റെ കൂടെയാണ് ഞാൻ വരുന്നത്. തെക്കൻ കേരളത്തിലെ ഉരുൾ ഘോഷയാത്ര നിങ്ങൾ കണ്ടു. അതില് ചില വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ്. ക്ഷേത്രം എത്താറാകുമ്പോൾ കുട്ടികളെ ഇതേപോലെ ഉരുളിൽ പങ്കെടുപ്പിക്കുക. അപ്പൊ അതിനുള്ള കരച്ചിലാണ് കുട്ടികളൊക്കെ കരയുന്നത്. കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ ഈ ഒരു ശയന പ്രദർശനത്തിൽ പങ്കെടുക്കാറ്. എല്ലാവർക്കും സമ്മാനമൊക്കെ ഉണ്ട്. ഏറ്റവും നല്ലോണം ഉരുളുന്ന കുട്ടികൾക്കുള്ള സമ്മാനമല്ലാതെ ഈ മുതിർന്നവർക്കുള്ള സമ്മാനം, ഇവിടെ മുതൽ ക്ഷേത്രം വരെ എഴുന്നേക്കാതെ ഉരുളുന്നവർക്കുള്ള സമ്മാനം, താലപ്പൊലി എടുക്കുന്ന കുട്ടികൾക്കുള്ള സമ്മാനം. താലപ്പൊലിയാണ് ഫസ്റ്റ് പോകുന്നത്. അതിന് പുറകിലായിട്ടാണ് ഈ ഒരു നമ്മുടെ ആന ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് എഴുന്നള്ളത്തിൽ പങ്കെടുക്കാനായിട്ട്. നമ്മുടെ പുത്തൻകുളത്തെ ആനയാണ്, കാവേരിയിലെ ആന. അപ്പം ആ ആനയും കൂടി നമ്മുടെ എഴുന്നള്ളത്തിൻ്റെ കൂടെ ഫ്രണ്ടിൽ ഇങ്ങനെ വരും. ആന ഇങ്ങനെ ഒരുക്കി ഇറക്കി വരുന്നത് ഞാൻ ഇങ്ങനെ കണ്ടു നിൽക്കുമായിരുന്നു. ഫ്രണ്ടിൽ ഇങ്ങനെ ഈ ഒരു പൂവൊക്കെ ഇട്ടിട്ട് പോകും കേട്ടോ. അപ്പം അതിനുശേഷമാണ് ഈ ഒരു താലപ്പൊലി വിളക്ക് എല്ലാം വരും. നമ്മൾ ഫ്രണ്ടിൽ കൃഷ്ണനൊക്കെ ആയിട്ട് വേഷം കിട്ടിയ കുട്ടികളൊക്കെ ഉണ്ട്. ഉരുള് ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ താലപ്പൊലിയുടെ ഈ വിളക്കിലെ തിരിയൊക്കെയാണെങ്കിൽ പോയി കത്തിക്കാനും എല്ലാം ഇവർ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം ഈ പോകുന്ന വഴിക്കെല്ലാം ആൾക്കാർ ഇത് കാണാനൊക്കെ ഇങ്ങനെ നിൽക്കാറുണ്ട്, ഉരുൾ ഘോഷയാത്ര കാണാനായിട്ട് ക്ഷേത്രത്തുന്നതിന് മുമ്പായിട്ട്. ചോദ്യം, ചാണക്യ കൾച്ചറൽ സൊസൈറ്റിയാണ് നമുക്ക് ഈ ഒരു ഉരുള് വർഷങ്ങളായിട്ട് നടത്തുന്നത്. 10-20 വർഷത്തിന് പുറത്തായി. വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഒരുപാട് വർഷങ്ങളായി കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്ന ചാണക്യ കൾച്ചറൽ സൊസൈറ്റിയുടെ നമ്മളെ നാടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഉത്സവത്തിന് അത് ഒരു നാടിൻ്റെതായ ഒരു എന്താ പറയാ ഒരു ആഘോഷമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ തവണ ഒരുപാട് പ്രോഗ്രാമുകളാണ് ചെയ്തിരിക്കുന്നത്. ആരൊക്കെ ഇവിടെ ഉണ്ടോ, നാട്ടുകാരുണ്ടോ, ഇവരെല്ലാവരും തിരിച്ചുകൂടെ എത്തുന്നതാണ്. ഈ യുദ്ധ സമാനമായതുകൊണ്ടാണ് മാത്രമാണ്. ഒരുപാട് പേർക്ക് വരാൻ പറ്റിയിട്ടുണ്ട്. ശ്വാസം പിടിക്കുകയാണല്ലോ ഇതൊക്കെ കണ്ട് വീഡിയോ കണ്ട് എല്ലാവരും ലൈവിലാണ്. നമ്മുടെ വീഡിയോ എല്ലാവരും മുമ്പിൽ യെസ് അത് വളരെ അത്യാവശ്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വളരെ പ്രതീക്ഷയോട് കാണുന്നത് നിങ്ങളെ ക്യാമറ കണ്ണുകളിനകത്താണ് അവരുടെ പ്രതീക്ഷ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഞാൻ ഉത്സവത്തിനാണ് നമ്മളിങ്ങനെ മീറ്റ് ചെയ്തത്. അപ്പൊ അതിനുശേഷം ഇപ്പൊ അടുത്ത ഉത്സവത്തിനാണ് നമ്മൾ മീറ്റ് ചെയ്തത്. എല്ലാ വർഷവും ഉത്സവത്തിനുമായിട്ട് എത്തിച്ചേരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് അമ്മയുടെ ഒരു അനുഗ്രഹം കൊണ്ടും കൂടെ. കുളത്തെ ഉരുളെന്ന് പറയുന്ന ഒരുപാട് പ്രത്യേകത ഉള്ളതാണ് കേട്ടോ. അതല്ല, ഒരുപാട് പേര് പണ്ടൊക്കെ ഇഷ്ടംപോലെ പേര് പങ്കെടുക്കുന്ന ഒരു വലിയൊരു, അതും ഇത്രയും ഡിസ്റ്റൻസിൽ വരുന്ന ഒരു ഉരുളാണ്. ഒരുപാട് പ്രത്യേകതയുള്ള ഉത്സവമാണ് നമ്മുടെ പുത്തൻകുളം പ്ലാവിള ദേവി ക്ഷേത്രത്തിലെ ഉത്സവം. അപ്പം നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ഉരുള് കഴിയുമ്പോൾ ഉള്ള കാഴ്ചകളാണ് ഇത് ഇങ്ങനെ കുളിക്കുന്ന കാഴ്ച. പൈപ്പിൽ വെള്ളം അടിച്ച് എല്ലാവരുടെയും ഭർത്ത അഴുക്കുക ഇങ്ങനെ കളയും. ഇതൊക്കെ ഒരു വെറൈറ്റി കാഴ്ചയാണ്. നമ്മുടെ രാവിലെയാണ് ഈ ഒരു ഉരുള് നടക്കുന്നത്. അപ്പം അത്രയ്ക്ക് തണുപ്പുണ്ട്, കുട്ടികളൊക്കെ നല്ല തണുത്ത് പറിച്ചിരിക്കുകയാണ്. അപ്പം ഇത് കഴിയുമ്പോൾ ഇവർക്ക് ഇവിടെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഉണ്ട്. അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉരുണ്ട കുട്ടികൾക്കും ഈ ഒരു താലപ്പൊലി എടുത്തവർക്കും ഒക്കെ സമ്മാനങ്ങളുണ്ട് കേട്ടോ. ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പൊ നമ്മുടെ ഉരുള് കഴിഞ്ഞ അടുത്ത പരിപാടി എന്തിനാണ്? ഇനി നല്ല ഇഡലി സാമ്പാറുണ്ട്, അത് കഴിക്കാം. ഓഹോ, എന്നാ പിന്നെ കഴിച്ചാലോ? അതിനുള്ള തിരക്ക് വന്നു തുടങ്ങി. സെറ്റ് ചെയ്താലോ? സെറ്റ് ചെയ്യാം. കണ്ടില്ലേ, നമ്മളെ ഉത്സവമായിട്ട് സ്കൂളിൽ പോകുന്ന പഠിക്കാൻ താല്പര്യമുള്ള ഇഡലിയും സാമ്പാറും ഇരിക്കാൻ പോവുകയാണ്. ശാന്തി എത്തി ഉണ്ടല്ലോ. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെ രാവിലത്തെ ഉത്സവത്തിൻ്റെ കാഴ്ചകൾ. ഇത് ഈ വർഷം മാത്രം നടക്കുന്നതല്ല, എല്ലാ വർഷവും ഇവിടെ ഈ ഉരുള് കഴിയുമ്പോൾ പ്രഭാത ഭക്ഷണമുണ്ട്. ഇഡ്ഡലി സാമ്പാർ ഉരുള് കഴിഞ്ഞിട്ട് നമുക്ക് പ്രഭാത ഭക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇഡ്ഡലി, സാമ്പാർ, വട, വെള്ള ചമ്മന്തി, എന്തോ വേണം അല്ലേ, സെറ്റ്. അപ്പോൾ അടുത്ത കിടിലം കാഴ്ചകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുകേഷ് സുകുമാരൻ, സൈനിങ് ഓഫ്.